എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 48 പോയിൻ്റാണ് നിലവിൽ ഡൗൺ ആയിരിക്കണം. അതിലൊരു 80 വരെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 40ൻ്റെ ഇരട്ടി 40 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത ലെവൽ ഏകദേശം പല ഡിമാറ്റ് അക്കൗണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം. അത് കാര്യമാക്കണ്ട. 24,669 മൈനസ് 40, 24,629. 24,629 എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയണ്ടേ, കഴിഞ്ഞ ദിവസത്തെ ഒരു ലോ അടിച്ച ലോവർ പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 24,584 കൺസോളിഡേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ക്യാൻഡിലോ ലോവറിൽ തന്നെ നിന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് പിന്നെ റിവേഴ്സ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഒരു സോൺ നമുക്ക് എന്തായാലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ഇവിടെ കാണുന്ന 24,584 എന്നുള്ള സോണും അതേപോലെ 24,540 എന്നുള്ള ഒരു സോണും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവുകയാണെങ്കിൽ മാത്രം ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഡൗണ് 24,458, 24,414 ഭാഗത്തേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് 24,584 മാർക്കറ്റ് എഗെയിൻ റിവേഴ്സായി 24,667 24,691 തന്നെ വൈകിട്ട് ഉച്ചക്ക് വന്ന് ക്ലോസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് നിലവിൽ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രഗിൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ടച്ച് ചെയ്യുന്ന 24,584 ഭാഗത്തേക്കായിരിക്കാം. സ്റ്റിൽ RSI താഴത്താണ് നിൽക്കുന്നത്, PE സൈഡാണ് നിൽക്കുന്നത്. അത് തിരിച്ച് ക്രോസ് ഓവർ ചെയ്ത് റെഡിലേക്ക് കയറുമ്പോൾ മാത്രം നമുക്ക് സീനെ പറ്റി ആലോചിച്ചാൽ മതി. അതുവരെ ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ സി തന്നെ ഫോക്കസ് ചെയ്യുക, അല്ല PE തന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഫോക്കസ് ചെയ്യുക. മാർക്കറ്റ് എവിടെ നിന്ന് മുകളിലോട്ട് പോയാലാണ് സിക്കുള്ള ചാൻസ് എന്ന് വെച്ചാൽ 24,622 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും.
വെരി നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാലാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് മാർക്കറ്റ് പോകത്തുള്ളൂ. ആ ഗ്യാപ്പ് ഫില്ലിങ് എവിടം വരെ പോകാം? 24,667, 24,691 വരെ പോകാം. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് 30 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് മാക്സിമം സ്കാൽപ്പിംഗ് നോക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് നമുക്കുള്ള ഒരു 5 പോയിൻറ്റോ 10 പോയിൻറ്റിന് മേളിലോട്ടൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റിലേക്കൊക്കെ ഇട്ട് വെക്കുന്നതാണ് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത സാധനം നമ്മൾ വേറൊരു സ്ക്രീനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനതാണ് ഈ വലിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത് വരക്കുന്നതിനും ബെറ്റർ നമ്മൾ വരച്ച സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് സ്ക്രീനിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് 24,600-ൻ്റെ സി ആണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 24,600-ൻ്റെ സി. പിയിൽ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് 24,700-ൻ്റെ പി ആണ്. അപ്പോൾ 24,700-ൻ്റെ പി വളരെ മേജറായിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് ഉദ്ദേശിക്കുന്നത് 170 മേജറായിട്ടുള്ള സപ്പോർട്ട് സോണും. അപ്പോൾ 48 പോയിൻ്റാണ് നിലവിൽ അപ്സൈഡ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയേണ്ടത്, ഒന്ന് സ്ട്രഗിൾ ചെയ്ത് ചിലപ്പോൾ 42 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷനിൽ അത്രയും പോയിൻറ്റുകളൊന്നും കാണിക്കണമെന്നില്ല. 187, 202 ലെവലിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. ആ 202 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട 2 സ്ഥലങ്ങളുണ്ട്. അതായത് ആദ്യത്തെ ലെവല് 215, സെക്കൻഡ് ലെവല് നമ്മൾ ഏകദേശം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് 253. തേർഡ് ലെവല് അത് നമുക്ക് അഡ്വാൻസ് ആയിട്ടേ വരച്ചിട്ടേക്കാം. അതായത് 215-ന് മുകളിലോട്ട് മാർക്കറ്റ് നല്ല വോളിയത്തോടു കൂടി സസ്റ്റെയിൻ ചെയ്യണം. കാരണം RSI ക്രോസ് ഓവർ ഇപ്പം നിൽക്കുന്നത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ മാർക്കറ്റ് പി സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടാർഗറ്റുകൾ 170-ക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമാണ് നമുക്ക് ഡൗൺ ആവത്തുള്ളൂ. അല്ലെങ്കിൽ 202, 215, 253, 282, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് കാത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് RSIയുടെ ക്രോസ് ഓവറൊക്കെ അനുസരിച്ചിട്ടാണ് വരാനുള്ള പോസിബിലിറ്റി അങ്ങോട്ടുള്ളൂ. 329 ഫൈനൽ ടാർഗറ്റ്, 913 ആയിട്ടുള്ളൂ. അപ്പോൾ സിയുടെ ടാർഗറ്റുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 252-ൽ കൺസോൾട്ടേഷനായി മാർക്കറ്റ് ഏകദേശം ഒരു 264 മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടാർഗറ്റുകൾ വരുന്നത് 275 ഒരു ഹിഡൻ ടാർഗറ്റാണ്. അതേപോലെ തന്നെ 278 ഒരു ടാർഗറ്റാണ്. പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 327. പിന്നെയും മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം 391. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള സിയുടെ ലെവലുകൾ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് ആദ്യമേ ഒരു വിക്ക് പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് നമ്മൾ 202-ന് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ റെസിസ്റ്റൻറ്റ് 215 ആയിരിക്കും. 215, 220 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് ക്വിക്കായിട്ട് നമ്മളൊരു തീരുമാനമൊക്കെ എടുത്തു വെച്ച് ഒരു ട്രേഡൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കതൊക്കെ ക്വിക്കായിട്ട് അതിൽ നിന്നൊരു സ്കാൽപ്പിംഗ് പോയിൻ്റ് നമുക്ക് കിട്ടുന്നത് 215, 220 ഭാഗത്തേക്കൊക്കെ. അപ്പം നിലവിൽ സിയുടെ ക്യാൻഡിലിലെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളത് അടുത്ത ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമാണ് നമ്മൾ സിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അതായത് പിയുടെ ലോവർ ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷേ സിയുടെ ഹയർ വന്നിട്ടില്ല. അപ്പോൾ രണ്ടും തമ്മിൽ മിസ്മാച്ചിങ് ആണ്. ആ ഒരു കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനിയൊരു കൺസോൾട്ടേഷൻ സോൺ 187-ലാണ് നിൽക്കുന്ന. പിയുടെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം ലോവിലേക്കൊരു SMA-യുടെ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ സിയിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എപ്പോൾ കിട്ടാം? 233, 35 ബ്രേക്ക് ചെയ്താൽ മാത്രം
നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. 230-35 ബ്രേക്ക് ചെയ്താൽ 240ലേക്കും 40 മുതൽ 52 വരെയുള്ള കൺസോളിഡേഷൻ മൂവ്മെൻറ്റ്, ആ 50 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം 265ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാക്സിമം നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് 259 വരെ. അതിപ്പോഴൊന്നും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 235-230 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അതുവരെ നിലവിൽ പിയുടെ ഹൈ ലെവൽ വന്നിരിക്കുന്നത് 190-220 അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 253ലേക്കുള്ള ഒരു മൂവ്മെൻറ്റിൽ മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ 9:30ക്ക് ശേഷം അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നോക്കിയാൽ മതി. ഇവിടെ നമുക്കൊരു സ്കാൽപ്പിങ്ങേ കിട്ടിയിട്ടുള്ളൂ. അത് 210-ന്ന് 215-220 വരെ ഒരു 5 പോയിൻ്റ് സ്കാൽപ്പ് ചെയ്ത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. RSI സ്റ്റിൽ ക്രോസ് ഓവർ പിയിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ഒരു ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ SMAയിലേക്കുള്ള ഒരു റിവേഴ്സൽ ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് അടുത്ത ക്യാൻഡലിൽ നമുക്കറിയാം. കാരണം 187 ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽപ്പുണ്ട്. ഇനി മാർക്കറ്റ് 202-ന് മുകളിൽ ക്ലോസ് ചെയ്ത് 207 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിയിൽ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. RSI ഓൾറെഡി പിയിലേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, പിയിൽ ഗ്യാപ്പ് ഫില്ലിങ്, SMA ഫില്ലിങ് ഇതൊക്കെ കൂടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് സിയിലേക്ക് ചെറുതായിട്ടൊന്ന് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നെക്സ്റ്റ് ക്യാൻഡിലിൽ നമുക്ക് അറിയാൻ പറ്റും. അതിന് ശേഷമായിരിക്കും, അതായത് ഒരു വലിവ് നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു വലിവ് സിയിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് ശേഷം മാത്രമേ പിയിൽ ഒരു മൂവ്മെൻറ്റ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ പി 192 187-84 ഭാഗത്തേക്കാണ് നമ്മൾ ഒരു വലിവ് പ്രതീക്ഷിക്കുന്നത്. കാരണം 287 എന്നുള്ള ലെവൽ ഓൾറെഡി ഫില്ല് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. SMA ഫില്ല് ചെയ്യാൻ നിൽപ്പുണ്ട്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പി നിൽപ്പുണ്ട്. അപ്പം അടുത്ത ക്യാൻഡിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു പിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന പോലെ RSI റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു വലിവ് വരാറുള്ളതാണ്. ആ വലിവ് വന്നതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് പിയിലേക്ക് നോക്കുന്നുള്ളൂ. നൂറ്റി 188 187 വന്നിട്ടുണ്ട്. ഇനി ഗ്യാപ്പ് ഫില്ലിങ്ങും 184 കൂടെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് പിയിൽ. അപ്പോൾ അത് താഴത്തോട്ട് വരുന്നതനുസരിച്ചിട്ട് സിയിലെ വലിവ് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. നമ്മൾ 202-ന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം പി നോക്കുന്നുള്ളൂ. ഗ്രീൻ ക്യാൻഡിൽ ഒരു ചീറ്റിംഗ് ക്യാൻഡിലാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. പിയുടെ ഗ്രീൻ ക്യാൻഡിൽ എനിക്കതിലൊരു എൻട്രി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം നമുക്കതിൽ പിയിൽ എൻട്രി കിട്ടിയാലും കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിൻറ്റോ 2 പോയിൻറ്റോ ഒക്കെ നമുക്ക് ഇട്ട് വെക്കലേ നിവർത്തിയുള്ളൂ. പരീക്ഷണാടിസ്ഥാനത്തിൽ എടുക്കാം എന്നുള്ള മാത്രമേ ഉള്ളൂ. റിജക്ഷൻ വന്നാലും 202-ലായിരിക്കും അതിൻ്റെ റിജക്ഷൻ വരുന്നത്. ന് മേളിലാണ് പിയിൽ സസ്റ്റെയിൻ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഗ്രീൻ ലൈൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഉറപ്പില്ല. കാരണം അത് തിരിച്ച് താഴത്തോട്ട് SMAയിലേക്ക് വലിയുമോ എന്നൊരു സംശയത്തിലാണ്. കാരണം അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആദ്യമേ ഒന്ന് മുകളിലോട്ട് പോയി കാണിച്ചിട്ട് തിരിച്ച് താഴത്തോട്ട് വന്നിട്ട് SMA മുട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്.
RSI അനുകൂലമാണെങ്കിലും ചെറിയ ചെറിയ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം 191 ചിലപ്പോൾ പല ആൾക്കാരും അവിടെ ഗ്രീൻ കാണുമ്പോൾ ചാടി കയറും. പക്ഷെ നമ്മളൊരിക്കലും അവിടെ ചാടി കയറുന്ന പരിപാടിയൊന്നും നമുക്കില്ല. കാരണം നമുക്ക് ബ്രേക്ക് ഔട്ടായി പോകേണ്ട ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ബ്രേക്ക് ഔട്ടായി പോയാൽ മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളൂ. മാർക്കറ്റ് 188 ആയിട്ടുണ്ട്, 187. നമ്മൾ പ്രതീക്ഷിക്കുന്ന 184.85 വിത്ത് ഗ്യാപ്പ് ഫില്ലിംഗ് SMA സപ്പോർട്ടാണ്. 186. അത് നേരെ താഴത്തോട്ട് വന്നാൽ 170 വരെ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ RSI റെഡിൽ കയറിയിട്ടില്ല. റെഡിൽ മുട്ടണതിന് തൊട്ട് മുമ്പ് ഒരു ചരിവ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഏകദേശം ഉറപ്പുള്ള കൊണ്ടാണ് നമ്മൾ പിയിൽ ചാടി കയറാഞ്ഞത്. ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ആ പിയിൽ കയറി കാണും. അതേപോലെ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട്. കാരണം അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൺസോൾട്ടേഷൻ 187 എന്നുള്ള വൈറ്റ് ലൈൻ, SMA, ഗ്യാപ്പ് ഫില്ലിങ്, ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. പോരാത്തതിന് സിയുടെ ക്യാൻഡലിന് അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അവിടെ SMA ടച്ച് ചെയ്തിട്ടില്ല. അത്രയും കാര്യങ്ങൾ നിന്നതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ഡംപ് വന്നത്. നമ്മൾ 202 മേലെ പോവാതെ, അപ്പോൾ ചില ആളുകളുണ്ട് ഇവിടെ ഗ്രീൻ കാണുമ്പോഴത്തേക്ക് നേരത്തെ ചാടിക്കയറി അതിനകത്ത് ഇരിക്കാം. അപ്പം കിട്ടുന്നതും കൂടെ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റുള്ള രീതിയുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ 24,604 എന്നുള്ള കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് മുട്ടി നിൽക്കുന്നത്. അപ്പോൾ 9:30 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. RSI ഇവിടെ ചെറിയൊരു മടക്ക് കൂടെ വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡിൽ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കൺസോളിഡേഷൻ സോണാണ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നേരെ മുകളിലോട്ട് പോയി എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 24,701 ഒരു കൺസോളിഡേഷൻ നിൽക്കുന്നത്. കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകാനുണ്ട്. കാരണം 24,708 CE അതായത് ഇൻഡെക്സ് മുട്ടാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിയിലേക്ക് ഉടനെ നോക്കുന്നില്ല. സിയിൽ ചെറിയ മൂവ്മെൻറ്റും കൂടെ ഒന്ന് വരാനായിട്ടുണ്ട്. 24,708 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,718 കൂടെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ 24,703 നിൽക്കുന്നത്. ഒരു 5 പോയിൻറ്റും കൂടെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാനായിട്ടുണ്ട്. നിലവിലുള്ള അടുത്ത ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ ലോവർ വിക്കും മാർക്കറ്റിൽ വന്നിട്ടില്ല. രണ്ടാമത്തെ കേസ് സിയുടെ ഹയർ വിക്കും വന്നിട്ടില്ല. SMA ഓൾറെഡി മുട്ടാനായിട്ട് മുകളിൽ കിടപ്പുണ്ട്. പിന്നെ 24,708 നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞ ലെവലൊന്നും മുട്ടിയിട്ടില്ല. 15 മിനിറ്റ്സിൽ RSI ഒരു ക്രോസ് ഓവർ സിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉടനെ പിയിലേക്കൊന്നും കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 187 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ വരുന്ന ക്യാൻഡിൽ റിജക്ഷൻ ആവാനുള്ള പോസിബിലിറ്റി 3 സ്ഥലത്താണ്. ഒന്ന് 231, സെക്കൻഡ് 235, തേർഡ് 236. അവിടെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ 252 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ്. നമ്മൾ പിയിൽ ക്രോസ് ഓവർ വന്നെങ്കിലും നമ്മൾ ചാടിക്കയറി പിയിലൊന്നും എടുത്തില്ല. കാരണം അവിടുത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചാടിക്കയറി എടുക്കാഞ്ഞത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. 287 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു 190 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ പിയിനെ പറ്റി ആലോചിച്ചാൽ മതി. കാരണം പിയിൽ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ 253 അല്ലെങ്കിൽ ഈ 329 ഭാഗത്തേക്ക് പോകാനുണ്ടെങ്കിൽ
അത് അവർ പോകേണ്ട ആളുകൾ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. ആരെയും കൂട്ടിയിട്ട് പോകാനൊന്നും അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ പിയുടെ വഴിക്ക് പോകത്തുള്ളൂ. നമ്മൾ പറഞ്ഞത് 9:30ക്ക് ശേഷമാണ് നമുക്കൊരു മൂവ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 185, അതായത് പ്രീവിയസ് ക്യാൻഡിൽ 187 മുകളിൽ ക്ലോസ് ചെയ്ത് അടുത്ത 9:30യുടെ ക്യാൻഡിൽ 185 SMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അത് ഹൈ ക്രിയേറ്റ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് 202, 215 ഭാഗത്തേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ RSI ക്രോസ് ഓവറായി കറങ്ങി തിരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സി ഇനി നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 216 ബ്രേക്ക് ചെയ്തിട്ടേ സിയിൽ നമുക്ക് എന്തായാലും ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു ഹൈ മാർക്കറ്റ് മിച്ചമിട്ടിട്ടാണ് ഇവിടെ ഒരു ഡൗൺ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിയിലെന്തായാലും കുറച്ച് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണം, അതെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 170. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ പരീക്ഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഒരെണ്ണം എടുത്ത് അവിടെ ഇടാം. കാരണം SMA ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ 180 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ പിയിലൊരു മൂവ് കിട്ടാം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൊരു എൻട്രി എടുത്തിട്ടത്. പക്ഷേ ഞാൻ ഒരു 165 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പിയിൽ ഒരു ഓർഡർ എക്സിക്യൂട്ടീവ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യത്തെ റിജക്ഷൻ 200, 202, സെക്കൻഡ് റിജക്ഷൻ 215, അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 230 അവിടെയും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 253 മാർക്കറ്റ് മൂവ് ചെയ്യണേ. ഈ RSI ക്രോസ് ഓവർ എവിടം വരെ ആവുന്നോ അവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ആദ്യത്തെ ടാർഗറ്റ് 21 പോയിൻറ്റ്സ്, സെക്കൻഡ് ടാർഗറ്റ് 203, 215, തേർഡ് ടാർഗറ്റ് വന്നിട്ട് 253 ആ ഒരു ലെവലിലേക്കായിരിക്കും. ആദ്യത്തെ ടാർഗറ്റ് 201 വരെ വന്നിട്ടുണ്ട്. ഇനി അതും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 215 ഭാഗത്തേക്ക് പോകണം. ഇനി നമ്മൾ ഈ RSI ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമേ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. $205. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ ഓൾറെഡി 205, ആദ്യത്തെ ഒരു റിജക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റിജക്ഷൻ ആദ്യമേ ദേ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത റിജക്ഷൻ 215 ഭാഗത്തൊരു റിജക്ഷൻ ഉണ്ട്. ആ ഭാഗം കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 253 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണേ. അപ്പോൾ നമ്മളിനി RSI ക്രോസ് ഓവർ ചെയ്ത് 50%-ലായ സ്ഥിതിക്ക് നമ്മളിനി സിയിലേക്ക് ഉടനെ നോക്കുന്നതിൽ കാര്യമില്ല. ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ നമ്മുടെ ലുക്ക് പിയിലേക്കായിരിക്കാം. അത് രണ്ട് രീതിയിലാണ് ഇനിയുള്ള പിയുടെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിലുള്ളത്. കാരണം ആദ്യത്തെ ടാർഗറ്റ് 205 ഓൾറെഡി ഹിറ്റ് ചെയ്തു. ഇനി ആദ്യത്തെ റെസ്പെക്റ്റ് ആണത്. ഇനി അഗെയിൻ 205 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 215 പോകാം. 231 റിജക്ഷൻ ഉണ്ട്. പിന്നെ ആദ്യത്തെ മെയിൻ ടാർഗറ്റ് ഒരു ഫ്ലെക്സിബിൾ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ മെയിൻ ടാർഗറ്റ് 253 ആയിരിക്കും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 329 നമ്മൾ കഴിഞ്ഞ ദിവസം 229, 275 നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്.
പിന്നെ 329 കിടപ്പുണ്ട്. അതിലെവിടം വരെ പോകും എന്ന് നമുക്ക് നോക്കാം. അല്ല, ആദ്യത്തെ നമ്മളുടെ മെയിൻ 2 ടണ്ണാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ്. അപ്പോൾ 2 ടണ്ണിലെത്തുമ്പോൾ 21 പോയിൻ്റ് ആകുമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അവിടെ നിന്ന് റിജക്ഷൻ ആയാൽ നമുക്കൊന്ന് മാറി നിൽക്കാം. പിന്നെ എഗെയിൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു മൂവിൽ ഏകദേശം 86, 96, 206, 210 എത്തുമ്പോൾ ഓൾറെഡി 21 പോയിൻ്റ് ഓൾറെഡി റീച്ച് ആവും. അത് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗം. 210 എത്തുമ്പോൾ ഓൾറെഡി 21 പോയിൻറ്റും ബ്രോക്കർഷിപ്പും ഓൾറെഡി നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ RSI ക്രോസ് ഓവർ ആവുന്നത് വരെയും ഹോൾഡ് ചെയ്യുക. അത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു സ്ട്രാറ്റജി ഫോളോവറിനെ സംബന്ധിച്ച് RSI ക്രോസ് ഓവർ ആവുന്നവരെയും ഹോൾഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു പോയിൻ്റ് കിട്ടും. അല്ലെങ്കിൽ ലോസ് വന്നാലും വലിയ കാര്യമായിട്ടുള്ള ലോസ് ഒന്നും വരില്ല. അപ്പോൾ ആദ്യത്തെ മെജോറിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു 5 ലോട്ടിൽ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ 21 പോയിൻറ്റിൽ ഓക്കെ 215 മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ട്രേഡിങ് ഓൾറെഡി അവസാനിച്ചു, അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 215 ബ്രേക്ക് ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ, കാരണം 215 എത്തിയിട്ടില്ല, 214.35 അതൊരു നമ്മളെപ്പോഴും പറയുന്ന ബഫർ സോണാണ്. അപ്പോൾ ഓൾറെഡി 21 പോയിൻറ്റിന് മേലെ 30 പോയിൻറ്റിന് മേലെ അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി 215 എന്തായാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ആ ഡിസിപ്ലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ ഒരു ലെവലിൽ നമ്മൾ എക്സിറ്റായി കാണിച്ചത്. ദെൻ ഈ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ ക്ഷമയോടുകൂടി ഹോൾഡ് ചെയ്യുന്നതാണ് എന്താ പറയണ്ടേ, ഒരു സ്ട്രാറ്റജി ഫോളോവറിനെ സംബന്ധിച്ചുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 215 ബ്രേക്ക് ചെയ്ത് RSI ക്രോസ് ഓവർ ആകുമ്പോൾ മാർക്കറ്റ് എവിടെ പോയി ഹിറ്റ് ചെയ്യാം? 2 സ്ഥലങ്ങളുണ്ട്. ആദ്യത്തെ മെയിനായിട്ടുള്ളൊരു സ്ഥലം 253, അതുക്കും മേലെ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്ത 329. ഈ ഒരു ലെവൽ കഴിഞ്ഞ 2 ദിവസം, കഴിഞ്ഞ ശനിയാഴ്ച വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് നേരം ഹോൾഡ് ചെയ്തൊരു സംഗതിയാണ്. ഒരുപാട് നേരം നമ്മൾ ഹോൾഡ് ചെയ്തായിരുന്നു, പക്ഷെ അതൊരു ബ്രേക്കൗട്ട് കിട്ടിയില്ല. അപ്പോൾ ആ ബ്രേക്കൗട്ട് ഇന്ന് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ 253 വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മേ ബി താഴത്തോട്ട് വരാം. പിന്നെ അടുത്ത RSI ഒക്കെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ശേഷം 253 ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലായിരിക്കാം മേ ബി മാർക്കറ്റ് 329 പോകുന്നത്. അപ്പോൾ 21 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി നമുക്ക് കിട്ടി ബോധിച്ചിട്ടുണ്ട്. 210, 215 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 214.35 നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു ബഫർ സോൺ മാർക്കറ്റിൽ വരാറുണ്ട് മിക്ക സമയത്തും. അതായത് 215 ടച്ച് ചെയ്യാതെ 2 പോയിൻ്റ് താഴത്തോ 1 പോയിൻ്റ് താഴത്തോ ഒക്കെ വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 215 ഇനി ബ്രേക്ക് ചെയ്താൽ ഹൈ വോളിയത്തോട് കൂടിയിട്ടായിരിക്കും മാർക്കറ്റ് 240 ഭാഗത്തേക്ക് പോകാൻ. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, RSI ക്രോസ് ഓവർ വളവ് വരുന്ന ആ ഒരു സമയത്ത് ഏത് ടാർഗറ്റാണോ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആ ടാർഗറ്റിൽ സേഫായിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ക്രോസ് ഓവർ വരുമ്പോൾ പ്രൈസ് ഏത് ലെവലിലാണ് നിൽക്കണതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രീൻ ലൈൻ വളരെ സീനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 180 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ഫാള് വന്നു കഴിഞ്ഞാൽ അത് 164 വരെ ഫാളാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 164 വരെ ഫാളാവും. കാരണം RSI ഓൾറെഡി ക്രോസ് ഓവർ വരാതെ നമുക്ക് സിയിലേക്കൊരു തീരുമാനം പോലും എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഒരു ബ്രേക്കൗട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മുകളിലോട്ട് പോട്ടെ. അത്ര കണ്ടൊരു മൂവ് ഒന്നും വന്നിട്ടില്ല.
എന്തായാലും വെയിറ്റ് ചെയ്യാം. 230 നമ്മൾ പറഞ്ഞ ഏകദേശം ഒരു ടാർഗറ്റ് 230 ഇനി ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 253 മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് 230 നിലവിലത്തെ ക്യാൻഡലിന് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് 230 വന്നിട്ട് ആദ്യ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു 2 ക്യാൻഡലിൽ അത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് നമ്മുടെ ഫസ്റ്റ് ഹയർ ടാർഗറ്റ് ആയിട്ടുള്ള 253 മാർക്കറ്റ് മൂവ് ചെയ്യണേ. കാരണം RSI ക്രോസ് ഓവർ ആവുന്ന വരെയുള്ള ഹോൾഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിൽ ആദ്യത്തെ മെയിൻ ടാർഗറ്റാണ് 230 എന്നുള്ളത്. ഇനി 230 അടുത്തത് ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് 253 മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആയാൽ ഡോജി ക്യാൻഡിൽ ഏകദേശം 228 ക്ലോസ് ചെയ്യണം. 228 അടുത്ത ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ മൂവ് അപ്പ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് 253 മൂവ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ലോ നമ്മൾ പ്രതീക്ഷിച്ചത് ഏകദേശം 164 പക്ഷേ ആ ക്യാൻഡിലിൻ്റെ ലോ 166 വരെ വന്നിട്ടുള്ളൂ. ഒരു 2 പോയിൻറ്റും കൂടെ താഴത്തേക്ക് ലോ വരാനായിട്ട് കണക്കും പ്രകാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു റിവേഴ്സായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ RSIയുടെ ക്രോസ് ഓവർ കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ റെസ്പെക്റ്റാണ് 230 കാണിച്ചത്. ഇനി അടുത്ത ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ അതിൻ്റെ വെരി നെക്സ്റ്റ് ക്യാൻഡിൽ 9:54 ശരിക്കും 10 മണിക്കാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണത്. അപ്പോൾ ആ 10 മണി 10:15 സമയത്ത് മാർക്കറ്റ് 253 ഹൈ വോളിയത്തിൽ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതർവൈസ് മാർക്കറ്റ് ഒരു തവണ കൂടെ ഒരു 232 ഒക്കെ 234 ഒക്കെ നമുക്ക് മുട്ടുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു തവണ കൂടെ 234 പറഞ്ഞത്, പക്ഷേ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇവിടുത്തെ കണക്കും പ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 164 വരെ വരേണ്ട ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അതിനുശേഷം ഹൈ ബ്രേക്ക് ചെയ്താൽ 253 നെക്സ്റ്റ് ക്യാൻഡിൽ പോയി നിൽക്കേണ്ടത്. ഇപ്പോൾ 9:56 10:15 കൂടി ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ളൊരു കണക്ക്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സേഫായിട്ടുള്ള 230 സോണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് 253 പോകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഓരോ ടാർഗറ്റ് പറയണമെന്ന് വെച്ചാൽ, ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ലോസ് വന്ന് പുതിയൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് നാൾ 21 പോയിൻ്റ് എടുത്തിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കണം ഒരു RSI ക്രോസ് ഓവറൊക്കെ നോക്കി ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അത് ഉടനെ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് 21 പോയിൻ്റിൽ ഞാൻ ആദ്യം എക്സിറ്റ് ചെയ്തത്. സെക്കൻഡ് പാർട്ട് RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക. അത് ക്രോസ് ഓവർ ആവുന്ന സമയത്ത് 3 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ചിലപ്പോൾ ഒരു 100 പോയിൻറ്റിന് മേലെ കിട്ടാം, ചിലപ്പോൾ ഒരു 50 പോയിൻ്റ് മേലെ കിട്ടാം, ചിലപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിൽ അടിച്ചു പോകാം, ചിലപ്പോൾ ചെറിയൊരു ലോസിൽ അടിച്ചു പോകാം. പക്ഷേ ആ ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ മന്ത് എൻഡ് നോക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആയിരിക്കാം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ലോട്ട് കൂട്ടിയിട്ട് 21 പോയിൻറ്റിൽ ആദ്യം അങ്ങ് ഇറങ്ങും. ബാക്കിയുള്ളതിൽ കുറച്ചെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലിട്ട് വെക്കും. പിന്നെയുള്ള ഒരെണ്ണം ഒത്തിരി കയറ്റി അങ്ങ് വെച്ചേക്കും. അപ്പോൾ ആദ്യത്തെ 21 പോയിൻ്റ് ടാർഗറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പരിപാടി അവിടെ തീർന്നു. ബാക്കിയുള്ള ലോട്ട് അവിടെ കിടക്കട്ടെ, RSI ക്രോസ് ഓവർ ആവുന്നവരെ കിടന്നാലും നമുക്ക് വിഷയമില്ല. പക്ഷേ ഉള്ള ലോട്ട് മുഴുവൻ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിടുമ്പോഴാണ് നമുക്ക് പണിയായിട്ട് വരുന്നത്. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ക്യാൻഡിൽ 10 മണിയോടായിട്ടുള്ള ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു 232 ഒരു ബ്രേക്ക് നല്ലപോലെ കിട്ടിക്കഴിഞ്ഞാൽ 215 താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡൗണും, നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 253 റേഞ്ചിലേക്ക് പോവുക. ആ സമയത്തൊരു ക്രോസ് ഓവർ വരിക, സേഫ് സോൺ ആക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതും കൂടെ കഴിഞ്ഞിട്ട് ലൈവ് വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മളിവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ബ്ലൂ ലൈൻ വരച്ചിട്ടാലും അതൊരിക്കലും അത് ഓൾമോസ്റ്റ് തടസ്സമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നമ്മൾ താഴത്ത് ഒരു സോണ്, അതേപോലെ 24,586 എന്നുള്ളൊരു ലെവൽ മുട്ടാനൊക്കെ ആയിട്ട് മാർക്കറ്റ് ഓൾറെഡി നിൽപ്പുണ്ട്. അപ്പോൾ പിയുടെ ക്യാനിൽ ഇപ്പോൾ ചെറിയൊരു ലോ മേ ബി ഇപ്പോൾ വന്നേക്കാം. ലോ ഓൾറെഡി വന്നിട്ടുണ്ട്, 220 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 207 193 ബ്രേക്കൗട്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലവിലുള്ള ക്യാൻഡിൽ ഹൈ വോളിയത്തിൽ 253 ഇട്ടാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത്രയും വരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ മേളിലോട്ട് സിംഗിൾ ക്യാൻഡിൽ 253 പോവുമോ, അതോ ഡബിൾ ക്യാൻഡിലാണോ ട്രിപ്പിൾ ക്യാൻഡിലാണോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 24,613 മേജർ സപ്പോർട്ട് കൂടെ ക്രിയേറ്റ് ചെയ്ത് നിലവിൽ നിൽപ്പുണ്ട് ഇൻഡെക്സിനെ സംബന്ധിച്ച്. അതും ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 24,586 വരെ മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 229 ആയിട്ടുണ്ട്. സിംഗിൾ ബ്രേക്കൗട്ടിൽ പോവോ അടുത്ത ക്യാൻഡിൽ പോവോ എന്നുള്ളത് നമുക്കിനി ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. നമുക്ക് എന്തായാലും RSI ക്രോസ് ഓവർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി സംഭവിക്കാനുള്ളൊരു കാര്യം, അടുത്ത 2 ക്യാൻഡിലിൽ വിവരം അറിയാം. അതായത് അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒന്നുകിൽ 253 സിംഗിൾ ക്യാൻഡിലിൽ പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയിട്ട് 253 പോകണോ അതോ നേരിട്ട് 253 പോകണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇനി നോക്കാനായിട്ടുള്ളൂ. കാരണം ചിലപ്പോൾ അടുത്ത ക്യാൻഡിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചിലപ്പോൾ കുറേ പേര് എടുത്തിട്ടായിരിക്കാം 253 പോണത്. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് പോകുന്ന പോലെ ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോവാം. എന്തായാലും നമ്മൾ RSI ക്രോസ് ഓവർ കഴിയാതെ സീനെ പറ്റി ആലോചിക്കുന്ന പരിപാടിയേ ഇല്ല. ഇപ്പോൾ 24,595 24,588.23 ആണ് കൺസോളിഡേഷൻ സോണ്. നമ്മളൊരു ബോക്സ് വരച്ചിട്ടുണ്ട്, ആ ബോക്സും കൂടെ ഒന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇപ്പോൾ ടാലി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ ഫ്യൂച്ചറിനെ അല്ല, നമ്മുടെ സ്ട്രൈക്കിനെ ബേസ് ചെയ്തിട്ട് 253 റീച്ച് ചെയ്തിട്ടില്ല. ആ ഒരു കേസ് മാത്രമാണ് നിലവിൽ നിൽക്കുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ കൺസോളിഡേഷൻ സോൺ ആയതുകൊണ്ട് 24,591 ഒരു ട്രിഗർ ആക്കിയെടുക്കാനായിട്ടുള്ള തീരുമാനമാണെന്നുണ്ടെങ്കിൽ അത് മുട്ടിയ സമയത്ത് 238 വളരെ സേഫായിട്ടുള്ള സോണാണ്. പിന്നെ അത് കൺസോളിഡേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു ലോ വന്നിട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ തിരിച്ചു പോയാലും ഈവൻ ചിലപ്പോൾ 253 മുട്ടണമെന്നില്ല. കാരണം സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇനി വരണം. സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 253, കാരണം 253 ലെവല് വിട്ടിട്ട് പോകാനായിട്ട് എനിക്കൊരു തോന്നലില്ല. കാരണം സിയിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. 170 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. 170 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 175 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രം നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ 55 മിനിറ്റിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സിംഗിൾ ക്യാൻഡിലിൽ 253 മാർക്കറ്റ് ഹിറ്റ് ചെയ്യും. കാരണം ഇവിടെ 253 നിൽക്കുന്ന കാരണം പിയിൽ നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. $170 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 174 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേഷനായി എന്ന് നമുക്ക് കരുതി സി എടുത്തിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് അടിച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സിൽ 253 എന്നുള്ള ലെവല് നിൽക്കുന്നത് കാരണമാണ്. ഒരു ഹാങ്ങിങ് മാനാണ് ശരിക്കും. ഇവിടെ നിന്ന്
ഒരു റിവേഴ്സലാണ് ശരിക്കും വരേണ്ടത്. നോർമലി കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ സി 165 ബ്രേക്ക് ചെയ്തുള്ളൊരു മൂവ്മെൻ്റ് ആണ് വരേണ്ടത്. പക്ഷേ ഈ 281 നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തത് കാരണം സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് അടിക്കുവാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് പോയി 253 ടച്ച് ചെയ്യും. 20 പോയിൻറ്റിൻ്റെ ഹൈ ഉള്ളൂ. അപ്പോൾ അതായത് ഒരു 10 പോയിൻറ്റ് സിയിൽ ഡൗൺ ആകുമ്പോൾ 20 പോയിൻറ്റ് പിയിൽ അപ്പായി 253 ടച്ച് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കേസ് ലോസ് പോണത് ഇഷ്ടമാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ആവറേജിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് ചെയ്തിടാം. ഇതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരേ രണ്ട് ടാർഗറ്റേ ഉള്ളൂ. ഒന്ന് SMA, സെക്കൻഡ് 222. അത് ഹോൾഡിംഗ് വിത്ത് ആവറേജ് എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാൻ ചെയ്യുന്നതാണ്. അതവിടെ കിടക്കട്ടെ, അതിൻ്റെ വഴിക്ക് കിടക്കട്ടെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ എപ്പോഴും 253 ആണ്. 165 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് 173 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാലാണ് നമുക്കൊരു മൂവ്മെൻറ്റ് എന്തായാലും സിയിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഇപ്പോൾ എടുക്കുന്ന സ്ഥലം ഒരു റിസ്കി ഹോൾഡിംഗ് ഏരിയ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം RSIയുടെ ക്രോസ് ഓവറൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ RSI ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇവനിങ്ങ് താഴത്തോട്ട് പോരും. നേരെ മറിച്ച് മേളിലോട്ടാണ് നിലവിലത്തെ ഹൈ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഹൈ വോളിയം ക്യാൻഡിലിൽ 253 പോകും. അപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നു, അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും വന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്തൊന്ന് അലർട്ടായിട്ടിരിക്കേണ്ടത്. ഏകദേശം ഈ ഒരു ഗ്യാപ്പ്, അതായത് ഇവിടെ നിന്ന് വിടർന്ന് പോയി ഈ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ജോയിനായി. ഇപ്പം ഇൻ കേസ് ക്രോസ് ഓവറിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പം മുട്ടുന്നോ അപ്പം മാർക്കറ്റ് ട്രെയിൽ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്രോസ് ഓവർ വരുമ്പോൾ ഇറങ്ങാം. അത് 21 പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മളെ സ്ട്രാറ്റജിയാണ് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഇറങ്ങുക എന്നുള്ളത്. മൂന്നാമത്തെ സ്ട്രാറ്റജി, ഈ ക്രോസ് ഓവർ വരുമ്പോൾ മാക്സിമം ഇറങ്ങിയിട്ട് കുറച്ച് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് അത് ഗ്രീനിലേക്ക് എത്തുന്ന സമയം നോക്കുക. അത് രണ്ട് രീതിയിലാണ് അത് സംഭവിക്കുന്നത്. ഒന്ന്, താഴത്തോട്ട് വരുമ്പോൾ ഒരുമിച്ച് അതിനൊപ്പം തന്നെ താഴത്തോട്ട് വരും. സെക്കൻഡ്, നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 237 ഓൾമോസ്റ്റ് ഒരു 240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 53 വളരെ ബിഗായിട്ടുള്ളൊരു മൂവ്. കാരണം ക്രോസ് ഓവർ കഴിഞ്ഞ് വരുന്ന മൂവ്മെൻറ്റുകൾക്കൊക്കെ വോളിയം വളരെ കൂടുതലായിരിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മൾ സ്ഥിരം കണ്ട് പരിചയിച്ചുകൊണ്ടാവാം. നമുക്ക് ഒരു സിനാരിയോ ഒന്നിലുമില്ല, 3-4 സിനാരിയോസാണ് ഓരോ സ്ട്രാറ്റജി ബേസിലുള്ളത്. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യുക, അത് കണ്ടിന്യൂസ് ഫോളോ ചെയ്യുക. ഒന്നെങ്കിൽ ക്രോസ് ഓവർ കഴിഞ്ഞ് 21 പോയിന്റിൽ ഇറങ്ങുക, ദെൻ ക്രോസ് ഓവർ ടു ക്രോസ് ഓവറിൽ ഇറങ്ങുക, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. കാരണം 1/3 ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ക്രോസ് ഓവർ വരുമ്പോൾ സിംഗിൾ ക്യാൻഡിലിൽ 190 ഭാഗത്തേക്ക് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങേണ്ടി വരും. അത് വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. മാക്സിമം സമയങ്ങളിലും ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ നോക്കിയാൽ ഒരു 4 ട്രേഡ് എന്തായാലും ഒരു 100 പോയിൻറ്റിന് മേലെ കിട്ടും. ഒരു 2 ട്രേഡ് എന്തായാലും ഒരു 200 പോയിൻറ്റിന് മേലെ കിട്ടും. ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഏത് രീതിയിൽ അടിച്ചു പോയാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല. ക്രോസ് ഓവർ വന്നു കഴിഞ്ഞ് ക്രോസ് ചെയ്ത് മുട്ടുമ്പോഴേ നമുക്കത് ഡൗൺ ആയി. അതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ചെറിയൊരു ഡൗൺ വരാം, ഡൗൺ വന്നിട്ട് കയറി പോകാം മുകളിലോട്ട്. കാരണം 253 നിൽക്കുന്ന കാരണം അത് ഒന്നാമത്തെ കേസ് മനസ്സിൽ ഉടക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ RSI ക്രോസ് ഓവർ കൺഫേമും ഗ്രീനിലേക്കും കയറി കഴിഞ്ഞാൽ നമുക്ക് C എടുത്തിട്ട് ഹോൾഡ് ചെയ്യാം. രണ്ടാമത്തെ കേസ് കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ.
കാരണം കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 15 മിനിറ്റ്സിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇൻഡെക്സിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു മേ ബി ഒരു ചെറിയ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നാലും ഈ ഒരു ബോക്സിനെ ബേസ് ചെയ്തിട്ടേ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലോ അത് കഴിഞ്ഞിട്ടുള്ള 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോ റെഡിലേക്ക് ഒരു ലോ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാധനം 253 ടച്ച് ചെയ്തിരിക്കും. അപ്പോൾ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ക്രോസ് ഓവർ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ക്രോസ് ഓവർ വന്നപ്പോൾ 235 ഇറങ്ങാം. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുന്ന സമയം 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, അതിനോടൊപ്പം തന്നെ താഴത്തോട്ട് പോരുക എന്നുള്ളൊരു കാര്യം. സെക്കൻഡ് തിങ്, ഹൈ വോളിയത്തിൽ മേളിലോട്ട് പോകുക എന്നുള്ള 2 കാര്യങ്ങളാണ്. അത് ക്രോസ് ഓവറിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് 2 കാര്യങ്ങളേ ഉള്ളൂ. 2 കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളൂ. ഒന്ന്, ക്രോസ് ഓവറിനൊപ്പം താഴത്തേക്ക് പോരുക. സെക്കൻഡ്, ഇത് സ്റ്റേബിളായിട്ട് പോവുകയാണെങ്കിൽ ഹൈ വോളിയത്തിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ക്യാൻഡിൽസിന് ഹൈ വോളിയം ആയിരിക്കും. അത് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 239-40 ബ്രേക്ക് ചെയ്താൽ 53-ലേക്കുള്ളൊരു 13 പോയിൻറ്റ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ 200 മുതൽ 235 വരെ ഈസി ആയിട്ട് 35 പോയിൻറ്റിൽ മാക്സിമം ബാക്കിയുള്ള കുറച്ച് പോർഷൻ കൂടെ കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരു 218-ൻ്റെ താഴത്ത് ലോക്ക് ചെയ്തിട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുക. ഒന്നെങ്കിൽ മൂന്നാമത്തെ ലോട്ട് സൈസ് പോകുന്നത് 218-ൽ ഹിറ്റ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ സാധനം 253 ടച്ച് ചെയ്യും. ഇനിയിപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ സംഭവിക്കാനുള്ളൂ. അപ്പോൾ നല്ലൊരു സ്ട്രാറ്റജി എങ്ങനെ ക്ഷമയോടുകൂടി അപ്ലൈ ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം, ഈ പഠിച്ച സ്ട്രാറ്റജിയിൽ ഏത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒരു സപ്പോർട്ട് വേണം. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് ലോസ് വരുന്നു, ഒരു സപ്പോർട്ട് വേണം എന്ന് തോന്നലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഈ റെഡൊക്കെ വരുമ്പോൾ പലരും പേടിച്ചു പോകും. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ അതെങ്ങനെ ഫോളോ ചെയ്യണം, ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഡിസ്കഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മെജോറിറ്റി ആളുകളും ലോസിലേക്ക് വരുന്നത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്ത് ചെയ്യാനും എങ്ങനെ മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസ്കസ്സിലൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ അവരവർ തീരുമാനിക്കുന്നത് തന്നെയാണ്. കാരണം അനലൈസിങ്ങിലേക്ക് പോകാൻ പറ്റില്ല, ടെൻഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടും ഒരു നല്ല രീതിയിലൊരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ലൈവ് എന്ന കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത്. അതിലൊരിക്കലും ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കുമെന്നോ ഇന്ന സ്ഥലത്ത് വിൽക്കുമെന്നോ ഒന്നും ഞാൻ പറയാറില്ല. അവിടുത്തെ ഒരു ഏരിയ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് മാത്രമാണ് നമ്മൾ പറയാറായിട്ടുള്ളൂ. അപ്പോൾ എനിവേ ആർക്കും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എനിവേ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ആവറേജിങ്ങിൻ്റെ വീഡിയോ ഇതിന് പുറകെ നമ്മൾ ചെയ്തിടാനായിട്ട് ശ്രമിക്കുന്നതാണ്. എനിവേ ഓൾ ദ ബെസ്റ്റ്.